ഈശോയെ ചങ്ക് പറിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ചിയാരം സ്വദേശിയായ നിഖിൽ രാജിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ നിഖിൽ പങ്കുവെക്കുകയുണ്ടായി. നിഖിൽ ആ ഒരു സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സ്വന്തം ജീവിതം ബലിയായി നൽകിക്കൊണ്ട് നിഖിലിന് ഉറച്ച പിന്തുണയുമായി ജീവിക്കുന്ന ഒരു അമ്മയുടെ കഥ, നിഖിലിൻ്റെ സ്വന്തം അമ്മയുടെ കഥ. നിഖിലിൻ്റെ അമ്മ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമുണ്ട്. അമ്മച്ചി, ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിഖിലും ഒപ്പം തന്നെ അമ്മച്ചിയും വരുന്നത്. നിഖിൽ ഈ പ്രോഗ്രാമിൽ പങ്കുവയ്ക്കുകയുണ്ടായി അമ്മ നിഖിലിന് നൽകിയ ആ ഒരു പിന്തുണ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അന്ന് ആ വെന്റിലേറ്ററിലായിരുന്ന ഒരു അവസരത്തിൽ എന്തുകൊണ്ട് അത്ര ഒരു തീക്ഷ്ണതയോടെ, അതായത് മകൻ മരിച്ചു പോയി എന്ന് പോലും ഡോക്ടർമാർ പറഞ്ഞു, പക്ഷേ മാതാവിനോട് പരിഭവമൊക്കെ പറഞ്ഞു. ആ സമയത്തൊക്കെ ഒരു നിരാശ മനസ്സിൽ വന്നോ? എങ്ങനെയാണ് ആ ഒരു ഇത്രയും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ കിട്ടിയ ഒരു ഊർജ്ജം എവിടെ നിന്നായിരുന്നു? എൻ്റെ ഈശോ ജീവിച്ചിരിക്കുന്നത് പോലെ എൻ്റെ മോനെ എനിക്ക് ജീവനോടുകൂടി തിരിച്ചു തരുന്ന ബോധ്യത്തോടു കൂടി തന്നെ വണ്ടി ഇടിച്ചു എന്ന് വീട്ടിലറിയപ്പെടുന്ന സമയത്ത് ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു ചിത്രം വ്യാകുല മാതാവിൻ്റെ മടിയിൽ ഈശോ കിടക്കുന്ന ചിത്രം. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണാവോ ഇങ്ങനെ കാണുന്നതെന്ന്. അപ്പം തന്നെ ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ മകനെ നീ സംരക്ഷിക്കുന്ന പോലെ എൻ്റെ മകനെ നീ സംരക്ഷിക്കണം, എൻ്റെ മടിയിലാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല, പ്രാർത്ഥിക്കാൻ അങ്ങനെ വലിയ ഇതൊന്നും അറിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ വന്ന ചിത്രം അതായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ വീട്ടിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പച്ചനോട് പറയാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ആകെ വിഷമിച്ച് നടക്കാം. അപ്പം തന്നെ മാതാവിനോട് കൊന്ത ചൊല്ലി തന്നെ നടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ എന്തായാലും എൻ്റെ കർത്താവ് മാതാവ് ഉള്ളിടത്തോളം കാലം എൻ്റെ മോനെ എന്നിൽ നിന്ന് പറിച്ചെടുക്കില്ല എന്നുള്ള ഇതുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്ത താഴ്ത്തി വെക്കാണ്ട് അവിടെ ഇരുന്ന് ഞാനും എൻ്റെ ചേച്ചിയും ഇവൻ്റെ നിഖിലിൻ്റെ ചേട്ടനും ബന്ധുക്കളെല്ലാവരും അവിടെ ഇരുന്ന് ജപമാല ചൊല്ലിയിരുന്നിട്ട് ഇത്രത്തോളം വിളിച്ചു കഴിഞ്ഞിട്ട് നേഴ്സ് വന്നിട്ട് പറയാണ് നിഖില് മരിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വിളിയുടെ ഇവൻ്റെ ബോഡി കൊണ്ടുവരുന്നത് കാക്കല് അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി. അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ കയ്യിലുണ്ടായ കൊന്ത എൻ്റെ അറിവ് കേടുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അന്നത്തെ എൻ്റെ ആ ഷോക്കിൽ ഞാൻ കൊന്ത എറിഞ്ഞ് കളഞ്ഞിട്ട് മാതാവിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല, എൻ്റെ മകനെ ജീവനോട് കൂടി അവൻ എഴുന്നേറ്റ് നടക്കണതോ ജോലിക്ക് പോണതോ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ മകനെ ജീവനോട് കൂടി തരണം, നോക്കി കൊതി തീർന്നിട്ടില്ലല്ലോ എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ആ തിരിച്ചു തരാത്ത എൻ്റെ മകനെ തിരിച്ചു തന്നില്ലെങ്കിൽ ഇനി ഞാൻ നിന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞ് കൊന്ത എറിഞ്ഞു കളഞ്ഞു. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എറിഞ്ഞു കളഞ്ഞതാ. എറിഞ്ഞു കളഞ്ഞ സെക്കൻഡിനുള്ളിൽ എൻ്റെ പുറകിൽ എൻ്റെ ഈ അടുത്ത് ഷോളുമ്മേല് ഒരാൾ ഇങ്ങനെ വന്ന് തട്ടിട്ട് ആ കൊന്ത എടുത്ത് പിടിക്കുമോളെ എന്ന് പറയുന്നു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി, പുറകിൽ കാണാനില്ല, ഇപ്പുറത്ത് തിരിഞ്ഞു നോക്കി, ഒരിക്കലും ആളെ കാണാനില്ല. പിന്നെയും പറഞ്ഞു, നിന്റെ മകനെ ഞാൻ ജീവനോടുകൂടി തരും, നീ ആ കൊന്ത എടുത്ത് കയ്യിൽ പിടിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സ്വരം ഇങ്ങനെ കേൾക്കാൻ എൻ്റെ ചുവട്ടില്. അപ്പം തന്നെ ഞാൻ ഒന്നും വിചാരിച്ചില്ല, അപ്പം തന്നെ എറിഞ്ഞു കളഞ്ഞ കൊന്ത എടുക്കില്ല എന്ന് പറഞ്ഞ കൊന്ത എടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ ചെല്ലാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊന്ത ചെല്ലാണ്, ഒരു കൊന്ത ചെല്ലി കഴിഞ്ഞതിന് മുന്നേ എൻ്റെ മോനെ ജീവനോടുകൂടി തരണം, അതാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ മകനെ അയച്ച് എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കൊന്ത ചെല്ലാൻ തുടങ്ങി. ഒരു രഹസ്യം ചൊല്ലി രണ്ടാമത്തെ രഹസ്യത്തിൻ്റെ സ്വർഗസ്നായി ചെല്ലുമ്പോഴേക്കും ഈ ഡോക്ടർ വേഗം റൂമിലേക്ക് പോണത് കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. അവിടെ ഞങ്ങൾ ഇവനെ ആശുപത്രിയിൽ കിടത്തിയിട്ട് വെന്റിലേറ്റർ ഐസിന്ന് 100 ദിവസം വെന്റിലേറ്റർ ഐസിയിലായിരുന്നു. അതിൽ ഒരു ദിവസം പോലും ഞങ്ങൾ റൂം എടുത്തിട്ടില്ല. ആ വെന്റിലേറ്റർ ഐസിയുടെ വാതിക്കെ തന്നെയാണ് ഞങ്ങൾ നേരം വെളുത്ത വൈകുന്നേരമായ നേരം വെളുക്കണവരെ അവിടെ തന്നെ ഇരുന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് വിളിച്ചിട്ട് തന്നില്ലല്ലോ എന്നുള്ളൊരു ബോധ്യമായിരുന്നു. പിന്നെ ഡോക്ടർ വന്നപ്പോൾ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് ഞാൻ നെഞ്ചത്തടിച്ചിട്ട് ഉറക്കെ കഴിഞ്ഞു, ചതിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കൊന്ത താഴ്ത്തി വെച്ചില്ലേ, ചെല്ലി എനിക്ക് തരും. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നോട് ഞാനല്ലേ പറഞ്ഞ തരുന്നു അങ്ങനെ ഇങ്ങനെ ചവിട്ടിൽ തോന്നാം. അപ്പം ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എന്താ അത്ഭുതം നടന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറ് റൂമിലേക്ക് അവിടെ വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു, എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണില്ല, നിഖിലിനെ പോയി നോക്കുന്നു ഡോക്ടറോട് ആരോ പറയണു. അപ്പം ഞാൻ പറഞ്ഞു, അതെൻ്റെ മാതാവ് തന്നെയെന്ന് എനിക്ക് ബോധ്യമായി. പിന്നെ എൻ്റെ മോനൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു കൊന്ത ചെല്ലാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് നിഖിലിനെ നോക്കി കഴിഞ്ഞപ്പോൾ നിഖില് ഭയങ്കരമായിട്ട് ചിരിച്ച് കിടക്കണം, മുഖത്ത് മുണ്ടിട്ട്
ടവലെടുത്ത് മാറ്റിയപ്പോ നികില് ചിരിച്ചു കിടക്കണ കാഴ്ച കണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് എന്തെന്നാ പറയാ, അത്രയും കൂടെ അടുപ്പായി ഈശോടും. ആ ഒരു സമയത്ത് മനസ്സിൽ വന്നൊരു വികാരം എന്താ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ? ആ വാർത്ത കേട്ടപ്പോ എന്റെ മാതാവ് ഈശോട് ചോദിച്ചാൽ ഒന്നും തരാണ്ടിരിക്കില്ലല്ലോ എന്നുള്ളൊരു ബോധ്യം വന്നു. എന്റെ ഈശോയും മാതാവ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പേടിക്കണം. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. മരിച്ചു ഇല്ല, ജീവനോടുകൂടി. ഞാൻ അത് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ജീവനോടുകൂടി കിട്ടി. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ അന്ന് ഞാൻ കൊന്ത കയ്യിൽ പിടിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ മകനെ ജീവനോടുകൂടി തന്നു കഴിഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ സത്യം ഞാൻ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടെയൊക്കെ കൊണ്ടുപോയി ഞാൻ അത് പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ വന്നതും പല പള്ളികളിലായാലും പല സ്ഥലങ്ങളിലും പോകാനായിട്ട് പറ്റുന്നു. ഒത്തിരി പേര് വീട്ടിൽ വരുമ്പോഴും ആ ഈശോയുടെ സ്നേഹം പങ്കുവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ അമ്മച്ചി, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിഖിലിനോട് ചോദിക്കണ്ടേ, ഈ ഇങ്ങനെ രോഗാവസ്ഥയിൽ കഴിയുന്നവരൊരു ബാധ്യതയായിട്ട് കാണുന്ന ഒരു മനോഭാവമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത്. ഇപ്പം നിഖിലിൻ്റെ ഒരു ആക്സിഡൻറ്റ് നിഖിലിൻ്റെ ഒരു ജീവിതത്തെ മാത്രമല്ല അമ്മച്ചിയുടെ ജീവിതത്തെയും മാറ്റിമറിച്ചു. അമ്മച്ചിയുടെ ജീവിതവും ആ ഒരു വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പം നിഖില് പങ്കുവയ്ക്കുന്നുണ്ട് എത്രത്തോളം ഒരു സ്നേഹത്തോടെ ഒരു കരുതലോടുകൂടിയാണ് അമ്മച്ചി നിഖിലിനെ കരുതുന്നത്, ശുശ്രൂഷിക്കുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും കാര്യങ്ങൾ പോലും അതിൻ്റെ ക്ലീനിങ് ഒക്കെ അമ്മച്ചി തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അമ്മച്ചിക്ക് ഈ ഒരു പ്രചോദനം, ആ ഒരു ഇത്രത്തോളം ഒരു ആവേശം ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് ഇപ്പൊ നമ്മളുടെ മക്കളായാലും ഭർത്താവായാലും സഹോദരങ്ങളായാലും അവർക്ക് അപകടം വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാണ്ട് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കൊരു ശക്തി. ഞാൻ എൻ്റെ ഈശോട് ഇവനെ വെന്റിലേറ്റർ ICUയിൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് മാറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സെപ്പറേറ്റ് നേഴ്സിനെ വെക്കണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അന്വേഷിച്ചു. പുറത്തുനിന്ന് പിള്ളേരുകൾ വന്ന് അവിടെ ആ ഹോസ്പിറ്റലിലത്തെ അല്ലാണ്ട് പുറത്തുനിന്ന് വേറെ ശമ്പളം കൊടുത്തിട്ടാണ് നേഴ്സിനെ നിർത്തി ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഓരോ ആഴ്ചയിലും ഓരോ പിള്ളേർ മാറി മാറി വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതൊന്നും നിഖിലിന് അറിയാന്നുണ്ടെങ്കിലും അതിൻ്റെ അവസ്ഥകൾ അറിയില്ല. അന്നൊക്കെ അത്രയും അബോധാവസ്ഥയല്ല. അപ്പോൾ ഞാൻ ഇവനെ ഈ നേഴ്സുമാർ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈശോട് മാതാവിനോട് ഒരു കാര്യം ചോദിക്കുള്ളൂ, എത്ര കാലം എൻ്റെ മോനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കാലങ്ങൾ വരെ നമുക്ക് ഇങ്ങനെ ആളെ വെച്ച് ചെയ്യിക്കാനുള്ള സാമ്പത്തികം ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ മോൻ്റെ ശിരസ് മുതൽ പാദം വരെ ഈശോയുടെ കരങ്ങളിൽ വെക്കുന്നു. അവന് വേണ്ട വിധം പരിചരിക്കാനുള്ള കൃപ എനിക്ക് തരണം. വെറുപ്പോ അറപ്പോ അല്ലെങ്കിൽ മനസ്സിലെ വിഷമം കൊണ്ടോ അവനെ നോക്കാൻ പറ്റാണ്ട് സന്തോഷത്തോടു കൂടി നോക്കാം. ഞാൻ എൻ്റെ ഈശോനെയാണ് പരിചരിക്കണേന്ന് അന്ന് വെന്റിലേറ്റർ ICUയിൽ നിന്ന് പുറത്ത് കടത്തിയപ്പോൾ തുടങ്ങി ഞാൻ എൻ്റെ മോനെ അങ്ങനെ തന്നെയാണ്. നേഴ്സുമാർ നോക്കണുണ്ടെങ്കിലും അവരുടെ കൂടെ ഞാൻ ഒപ്പം നിൽക്കും. അവരെന്താ ചെയ്യണേ അപ്പം അത് ഞാൻ നോക്കും. എനിക്കൊരു ചെറിയൊരു മുറിവ് പോലും കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ആളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഇവൻ്റെ ഏതൊട്ട് സെഡ് വരെ എല്ലാ കാര്യവും ഞാനാ ചെയ്തു കൊടുക്കണേ. പല്ല് തേപ്പിക്കല്, കുളിപ്പിക്കല്, വയറ്റിൽ നിന്ന് പോകുന്നത് ക്ലീൻ ആക്കല്, പോണില്ലെങ്കിൽ തന്നെ ഞാൻ തന്നെയാണ് അത് തോണ്ടി ക്ലീൻ ആക്കുക. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമൊന്നുമല്ല കേട്ടോ, എൻ്റെ കർത്താവിനോട് ചോദിച്ചിട്ട് തന്ന ഒരു ഇതാണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം ടെക്സ്റ്റമി ട്യൂബ്, ഈ ട്യൂബ് ഇവിടെ ഒരു ട്യൂബ് ഇട്ടുണ്ട്, ആ ട്യൂബിൽ കൂടെ കബൊക്കെ വലിച്ചെടുക്കണേ. അത് എല്ലാ മാസവും 15 ദിവസമൊക്കെ കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചേഞ്ച് ചെയ്ത് തരണേ. അപ്പോൾ അത് സാറ് എന്നെ പഠിപ്പിച്ചു തന്നു. അമ്മയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു ദിവസം ഇവനോട് പറഞ്ഞു, അമ്മച്ചി ചെയ്തേന്ന് വെച്ചു. അമ്മച്ചി ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആശുപത്രി കൊണ്ടുപോകണില്ല. ആ ട്യൂബ് ഇടയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ പുറത്തെടുത്ത് 2 ട്യൂബ് മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ട്യൂബ് ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് ആദ്യം തിയേറ്ററിലാണ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇവൻ എല്ലാ പ്രാവശ്യം തിയേറ്ററിൽ ചെയ്തിരുന്നത്. എൻ്റെ തിയേറ്റർ കർത്താവ് കൂടെ ഉള്ളപ്പോൾ പിന്നെ എനിക്കൊരു തിയേറ്ററിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ ഞാനത് ക്ലീൻ ചെയ്ത് ആ ട്യൂബ് മാറ്റണം. പിന്നെ ഇപ്പോൾ ബ്ലാഡറിലേക്ക് ട്യൂബ് ഇട്ടിട്ടുണ്ട്. എനിക്കറിയൊന്നുമില്ല, എനിക്കധികം പഠിപ്പില്ല, വിദ്യാഭ്യാസം ഇല്ല, നേഴ്സിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ബ്ലാഡറിലേക്കും ട്യൂബ് ഇട്ടേക്കണത്. ആ ട്യൂബ് ഇട്ടേക്കണത് ഞങ്ങൾ ആശുപത്രിയിൽ തന്നെ പോയി മാറാറ്. പിന്നെ ഇവൻ്റെ ചേട്ടൻ്റെ ഭാര്യ നേഴ്സാണ്. അപ്പോൾ അവൾ വന്നപ്പോൾ അവൾ മാറ്റിയിരുന്നു. പിന്നെ അവൾക്ക് ഡെലിവറി ആയപ്പോൾ അവൾ പോകുമ്പോൾ നമ്മൾ വേറൊരു പയ്യന്മാർ വീട്ടിൽ വന്ന് നേഴ്സുമാർ വന്ന് മാറാറുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആവും. ചിലപ്പോൾ ആഴ്ചയിൽ ഒരാഴ്ച എത്തുമ്പോഴേക്കും ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകണം. ചിലപ്പോൾ ആരും ഇല്ലാത്ത സമയത്താവും. അപ്പം ഞാൻ ഇവർ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഈ സെക്ഷൻ ചെയ്യാനും ഇവൻ്റെ സെക്ഷനൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഞാൻ ആ പിള്ളേർ ചെയ്യുന്നത് നോക്കി കണ്ട് ഈശോട് ഞാൻ ചോദിച്ചു, എന്നെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അത് പഠിപ്പിച്ചു തന്നു. അത് ആശുപത്രിയിൽ വെച്ച് തന്നെ അത് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഈ ട്യൂബ് ഇപ്പോൾ വീട്ടിൽ വന്ന് ഇവരൊക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും. അപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ ഇതും എന്നെ പഠിപ്പിച്ചതായി. എപ്പോഴും എനിക്ക് പോകാനൊന്നും പറ്റില്ല, ആരില്ലാത്ത സമയത്ത് വന്ന് എന്താ ചെയ്യും.
അപ്പൊ ഒരു ദിവസം ഇവരിടണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ, ശരിയാവോ നോക്കട്ടെ. അങ്ങനെ ഞാൻ ഇട്ട് തുടങ്ങി. ഇപ്പൊ എല്ലാ മാസവും ഞാൻ തന്നെയാണ് ആ ട്യൂബ്, ആശുപത്രിയിലൊന്നും പോണില്ല, ട്യൂബ് മാറ്റണം. അങ്ങനെ അവന്റെ എല്ലാ കാര്യം, ഷേവ് ചെയ്യാനും മുടി വെട്ടാനും മറ്റേതെല്ലാം പുറത്തുനിന്ന് ആളെന്നെ വിളിച്ച് ചെയ്യിച്ചിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഇത് അവരെ വിളിക്കാൻ പോണെങ്കിൽ അവര് വരുന്ന സമയം നോക്കണം. ഇതൊക്കെ വന്നപ്പോ ഞാൻ തന്നെ എല്ലാം ടെസ്റ്റ് ചെയ്തു. അപ്പൊ എന്റെ കൂടെ ഈശോണ്ട് ഉണ്ട്, മാതാവുണ്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയില്ലെങ്കിലും അവന്റെ തൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കർത്താവിനെ പഠിപ്പിച്ചു. എന്റെ കൂടെ ഉണ്ട് പരിശുദ്ധ അമ്മ. നിഖിലിന് അന്നുണ്ടായ ഒരു ആക്സിഡന്റ്, അതിനെ തുടർന്നുണ്ടായ നിഖിലിന്റെ ജീവിതാനുഭവങ്ങൾ, അത് അനേകർക്ക് വലിയൊരു ആത്മീയ ഉണർവാണ് സമ്മാനിച്ചത്. നിഖിലിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെ അമ്മച്ചിയുടെ ഒരു ലൈഫിൽ ആക്സിഡന്റിന് ശേഷം ഈ നിഖിലിന് ഉണ്ടായൊരു സഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ജീവിതാനുഭവങ്ങൾ ആത്മീയമായിട്ട് എത്രത്തോളം വളരുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തെ അത്തരം അനുഭവങ്ങൾ എത്രത്തോളം ഒരു ശക്തിപ്പെടുത്തിയിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് പറ്റുന്നതിന് മുന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോ ഇതൊരു സഹനമല്ല, അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഇന്ന് വരെ എനിക്ക് നിരാശ. പിന്നെ എനിക്ക് നിരാശ വരാന്ന് പറഞ്ഞവന് ഫിക്സ് വരും. ഫിക്സ് വരുമ്പോ അവൻ എന്നെ പോലും തിരിച്ചറിയാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ ചൂട് കൂടിയാലും പിന്നെ പനി, ഇൻഫെക്ഷൻ ഫിക്സ് വരും. അപ്പൊ അവന്റെ അത് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് ഒന്നും അറിയില്ലല്ലോ. അവന് തല മാത്രമേ അനങ്ങുള്ളൂ. സാധാരണ ഫിക്സ് വരുമ്പോ കയ്യും കാലൊക്കെ അടിക്കുന്നൊക്കെ എല്ലാരും പറഞ്ഞു. പക്ഷെ ഇവന് അങ്ങനെയൊന്നുമില്ല. ഇവൻ ഇങ്ങനെ വർത്താനം, നമ്മളിപ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കില്ല, ഇവൻ ചെരിഞ്ഞു പോകും. ചെരിഞ്ഞു പോണോടുകൂടി ഇത് വരും. അപ്പോ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇതുവരെയൊക്കെ അത് എത്ര രാത്രി ചിലപ്പോ ഉറക്കത്തിലൊക്കെ വരാണെങ്കിലും ആ സമയത്ത് ഞാൻ കിടക്കുമ്പോ ഇവനെ കുരിശ് വരപ്പിച്ച് കിടക്കും. കിടന്നു കഴിയുമ്പോ ഞാൻ ഈശോയുടെ ഒരു കാര്യം മാത്രം പറയുന്നു, പരിശുദ്ധ അമ്മേനെയും ഈശോനെയും മുന്നിൽ നിർത്തിയിട്ട് അവരോട് പറയും, ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്, എൻ്റെ മോന് സ്വയമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്കറിയാലോ, കാവൽ മാലാഖമാരെ നിർത്തി അവനെ സംരക്ഷിക്കുക, എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചോളോട്ടോ എന്ന് പറയും. പറഞ്ഞിട്ട് ഞാൻ കിടക്കാം. ശരിക്കും അവന്റെ ഓരോ ആവശ്യങ്ങളും, ചിലപ്പോൾ ഫിക്സ് ഒക്കെ വരാന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത സമയത്തായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഞെരുക്കം മാത്രം വരുമ്പോഴേക്കും എന്നെ ആരോ വിളിച്ച് എഴുന്നേൽപ്പിക്കും. തട്ടണ പോലെ തോന്നും. ഞാൻ ചാടി എണീക്കുമ്പോൾ ആളാ അവസ്ഥയിൽ വന്ന് ചെരിഞ്ഞെടുക്കണ്ടാവും. അപ്പൊ തന്നെ തലയുടെ ഭാഗത്ത് ഞാനൊരു ട്യൂബ് വായിൽ വെക്കാനായിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം ആ ട്യൂബ് എടുത്ത് വായിൽ വെച്ചതിന് ശേഷമാണ് അപ്പച്ചനുള്ളപ്പോ അപ്പച്ചനെയും ചേട്ടനെയൊക്കെ വിളിക്കുക. അവര് പോലും അറിയില്ല. അങ്ങനെ എൻ്റെ ഈശോ അതുപോലെ പരിപാലിക്കുന്നു. പിന്നെ ഇന്ന് വരെ ഈ 13 വർഷമായിട്ട് എൻ്റെ ഈ മകനെ സംരക്ഷിക്കുന്നതിന് എനിക്ക് യാതൊരു വെറുപ്പോ അറുപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഈശോനെയാണ്, ഞാൻ എൻ്റെ ഈശോനെയാണ് സംരക്ഷിക്കുന്നത്. ഈശോ എനിക്ക് തന്ന ഗിഫ്റ്റാന്ന് ഞാൻ പറയും. ഒരിക്കലും എനിക്ക് ഒരു വിഷമം, ഇതേപോലെ തന്നെ അപ്പച്ചൻ കിടന്നിട്ടും എനിക്കൊരു വിഷമമുണ്ട്, സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഞാൻ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഈശോയെ, നീ എനിക്ക് ഒത്തിരി ഒത്തിരി സഹനങ്ങൾ, എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്താന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷെ അന്നാ നല്ല സന്തോഷമാണ്. വിഷമം ആത്മീയമായിട്ട് നല്ല സന്തോഷം, ഒരു ദുഃഖം എനിക്കില്ല. എല്ലാ കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ ഈശോയുടെ മുന്നിൽ ഒന്ന് ചെന്ന് പറയുമ്പോൾ അത് ആരെങ്കിലും വഴി ആ സാധനം അവിടെ എത്തിച്ചു കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വിഷമമൊന്നുമില്ല. പക്ഷെ എത്ര ഇത് വന്നു കഴിഞ്ഞാലും എൻ്റെ ഈശോ ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ എനിക്ക് അങ്ങനെ ഞാൻ തളർന്നിട്ടില്ല, വെറുപ്പില്ല, ഒരു ഇതുമില്ല. ഇവനോട് ചോദിക്കും, അമ്മച്ചിക്ക് ഇതൊക്കെ എടുക്കുമ്പോ വിഷമം തോന്നുന്നുണ്ട്, അപ്പയൊക്കെ എടുക്കുമ്പോ. ഞാൻ പറഞ്ഞു, എന്തിനാ അതിപ്പോ നീ ചെറുതായിരുന്നപ്പോ എടുത്തിട്ടില്ലേ, അതിനൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും ഞാനൊക്കെയാണ്. ഞാൻ പറഞ്ഞു, നീയെല്ലാം ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം. എല്ലാ അച്ഛന്മാരും വന്നാലും അച്ഛന്മാരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, ആരുടെ അടുത്താണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം, സിസ്റ്റേഴ്സ് ആയാലും കാണാൻ പറഞ്ഞവരോടും അവരോട് പറയുന്ന ഒരു കാര്യം, എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തിയാക്കും, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ എഴുന്നേൽക്കാത്തതിന് വിഷമം, എഴുന്നേൽക്കാത്തതിന് ദൈവഹിതം എന്താണോ അത് നിറവേറുള്ളൂ. എൻ്റെ ആഗ്രഹമല്ല, അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഈ അവസ്ഥയാണെങ്കിൽ ഈ അവസ്ഥ സന്തോഷത്തോടു കൂടി പരിചരിക്കാനുള്ള കൃപ മാത്രം മതി. ഒപ്പം തന്നെ നിഖില് സൂചിപ്പിച്ചായിരുന്നു, ഈ ആക്സിഡന്റിന് മുമ്പ് ഈ ചേട്ടനൊക്കെ ആയിട്ട് കുറുമ്പ് കാണിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അവനിങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചെറുപ്പം മുതൽ ഇങ്ങനെ ഓരോ വയ്യായിയൊക്കെ ഉള്ള കാരണം അങ്ങനെ നമുക്ക് ഭയങ്കര ഇത്. പിന്നെ ആൾക്കാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ എന്തെങ്കിലും ചേട്ടനാണെങ്കിൽ പഞ്ചഭാവം, ഇപ്പോഴും ഭാവം തന്നെ,
പക്ഷെ ഇവൻ എന്ന് പറഞ്ഞാൽ ഇവന് ഇത്തിരി എന്തെങ്കിലും കാര്യങ്ങൾ ഇവൻ ചെയ്യുന്ന കുറുമ്പുകൾ ഇവൻ ഒത്തിരി കുറുമ്പുകൾ ചെയ്യും. എന്നിട്ട് ഇവൻ ഒന്നറിയാത്ത പോലെ അവിടെ വന്ന് കിടക്കും. അവിടെ വന്ന് കിടന്നിട്ട് കിടന്നു കഴിയുമ്പോഴായിരിക്കും ആ പാവം ഒന്ന് എഴുന്നേറ്റ് ചിലപ്പോ ഒന്ന് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഇത്തിരി അങ്ങോട്ട് അനങ്ങണ കാണാം. അപ്പൊ പെട്ടെന്ന് ഇവനൊന്നും അറിയില്ല, ഇവൻ നല്ല പോലെ കിടന്നുറങ്ങണ്ടാവും. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതുപോലെ അടി കിട്ടണത് മുഴുവൻ അതാ. പക്ഷെ അങ്ങനെ അടി കിട്ടിയിട്ടും ഇതുപോലെ ഇവര് എപ്പോഴും തല്ലുകൂടും. വരുന്ന ദിവസം ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച അവിടുന്ന് വരെ എനിക്ക് പേടിയാണ്, തല്ലുകൂടാവോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വന്ന് തല്ലുകൂടും. അപ്പൊ അത് കാരണമുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ അത്രയും ഇവര് തല്ലുകൂടിയാലും ഭയങ്കര സ്നേഹട്ടാ. ഇവനെ വിളിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ദിവസം വരുമ്പോ ചോദിക്കും ഓട്ടോറിക്ഷ ഓടിപ്പിക്കണം. അപ്പൊ ചോദിക്കും അമ്മച്ചി കുഞ്ഞനെ വിളിച്ചാ, അവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇല്ല. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ 18 മാസം ഞങ്ങൾ എലൈറ്റി കിടന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോവില്ല. ഞങ്ങള് വല്ല എന്തിനെങ്കിലും പള്ളിയിൽ പോവാൻ മാത്രം ആള് പോവും. ആ എലൈറ്റിന്റെ വാതിക്കൽ ആ വെന്റിലേറ്റർ ഐസിയിൽ കിടക്കുമ്പോ ആ വെന്റിലേറ്ററിന്റെ വാതിക്കൽ ഇതുപോലെ നോക്കുന്ന ഒരു സഹോദരൻ എൻ്റെ അറിവിലുണ്ടാവില്ല. അത്രയും എൻ്റെ മോൻ അതുപോലെ ഇവന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അപ്പച്ചൻ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന കാരണം അപ്പച്ചനോട് ഇങ്ങനെ സങ്കടങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്നും ആശുപത്രിയിൽ ഏത് പാതിരിക്കൊക്കെ ഇവന് വെന്റിലേറ്ററിൽ ഓർമ്മയില്ല. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല വെന്റിലേറ്ററിൽ. പക്ഷെ ഇവൻ പാതിരിക്കൊക്കെയാണ് പറയാ എനിക്ക് മസാല ദോശ വേണം, ലെമൺ ടീ വേണം. അവന് തൃശ്ശൂര് അങ്ങനെ ഞങ്ങൾ ഇരിങ്ങാലക്കുടയാണ് ഞങ്ങളുടെ വീടായിരുന്നേ. തൃശ്ശൂർ ഈ ആക്സിഡന്റ് പറ്റിയപ്പോ വാടകയ്ക്ക് വീടെടുത്ത് ഇപ്പോഴും വാടകയ്ക്ക് തന്നെ താമസിക്കണേ. അപ്പൊ ഇവൻ ഇതൊന്നും അറിയില്ല, എവിടെ നിന്നാ കിട്ടാന്നൊന്നും അറിയില്ല. ഇവൻ അവിടുന്ന് സിസ്റ്റർമാര് വന്നിട്ട് പറയും നിഖിൽ ഇതേ മസാല ദോശ ചോദിക്കുന്നുണ്ട്, പാതിരക്കൊക്കെ മസാല ദോശ ചോദിച്ചാൽ കിട്ടോ? അപ്പൊ ഇവന് ഞങ്ങൾ എന്ത് ചെയ്യാൻ, അവൻ എവിടെയെങ്കിലൊക്കെ അന്വേഷിച്ചിട്ട് ചേട്ടാ ഒരു ദോശ ഉണ്ടാക്കി തരാം, എൻ്റെ അനിയൻ ഇങ്ങനെ കിടക്കാൻ. അത് മേടിച്ചിട്ട് വരും. കൊണ്ടു കൊടുക്കുമ്പോ ആൾക്ക് വായെ കൂടെ തിന്നാൻ പറ്റില്ല, വെന്റിലേറ്റർ സപ്പോർട്ടാണ്. പക്ഷെ കൊണ്ട് കാണിക്കും. അപ്പൊ അവനവിടെ പിന്നെ വേണ്ട. അതുപോലെ ഓരോ ബർഗർ ചോദിക്കും. എന്റെ ജീവിതത്തിൽ ബർഗർ എന്തൊട്ടാ സാൻഡ്വിച്ച് എന്തൊട്ടാന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇവനോട് ഞാൻ കാണാൻ ചെല്ലുമ്പോ അപ്പൊ ഇവന് നമുക്ക് സംസാരിക്കില്ല എന്ന് വെച്ചാൽ വെന്റിലേറ്റർ വെച്ചേക്കണ കാരണം ഇപ്പം പറയണത് മനസ്സിലാവില്ല. അപ്പൊ ഇവൻ സ്പെല്ലിങ് പറഞ്ഞുതരും. ആ സ്പെല്ലിങ് നമ്മള് കയ്യിൽ എഴുതിയിട്ടാണ് പുറത്ത് വന്നിട്ട് ഈ സാധനം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് പോവാ. അപ്പൊ കടയിലൊക്കെ പോയി മേടിച്ചോണ്ടിരും. കൊണ്ടു ചെല്ലുമ്പോ ആൾക്ക് തിന്നാൻ പറ്റില്ല. പക്ഷെ ആള് ചോദിക്കുന്നതാണ്. അങ്ങനെ എന്ത് ചോദിച്ചാലും അപ്പൊ എനിക്കൊന്നും അറിയില്ല. ഞാൻ ആ വരാന്തയിൽ നിൽക്കാവാൻ പോയി മേടിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും എവിടെ പോണെങ്കിലും ഈ എല്ലാ സ്ഥലത്തേക്കും വണ്ടിയിലെടുത്ത് കയറ്റണമെങ്കിലും ഇറക്കണമെങ്കിലും ഒക്കെ പാടാം. ഇന്ന് വരെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. ഇതുപോലെ നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മച്ചി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഭർത്താവിനെ ഈശോ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്. മകൻ ബെഡ് റിഡനായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ ഈശോയെ തികച്ചും അതൊരു ഒരു കൃപയായിട്ട് സ്വീകരിച്ച് അനേകർക്ക് ഈശോനെ കൊടുക്കുന്നു. ഒപ്പം തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഭർത്താവിനെയും ഈശോ വിളിക്കുന്നു. അപ്പം മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണ്? ഭർത്താവിനെ അതിനു മുന്നേ തന്നെ ഈ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു ആക്സിഡന്റ് അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചനുണ്ടായി. ആ വണ്ടി ഇവിടെ മണ്ണുത്തി ഭാഗത്ത് എവിടെ കണ്ടു വെച്ചൊരു ലോറി ഇടിച്ചിട്ട് മൊത്തം ആ വണ്ടി ആ വണ്ടി മൊത്തം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് ആക്രിക്കാണ് വിറ്റത്. പക്ഷെ മിനിഡോർ അതില് അപ്പച്ചനെ ഒരു പോറല് പോലും ഏൽക്കാണ്ട് കർത്താവ് അവിടെ സംരക്ഷിച്ചു. അപ്പച്ചനെ മാത്രം കിട്ടി. വണ്ടി ഞങ്ങൾ ആക്രിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അതിന് രക്ഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എന്തായാലും വണ്ടി പോയാലും എൻ്റെ ജീവിത പങ്കാളിനെ ഞാൻ എനിക്ക് തിരിച്ചു തന്നില്ല, അതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് സഹനങ്ങൾ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ വാരി കോരി തരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിവണ്ടിയിൽ തന്നെ വാടക പോയിട്ട് വീട്ടു സാധനങ്ങൾ മാറ്റുമ്പോൾ അലമാരി മേത്തേക്ക് വീഴുന്നു വിചാരിച്ചിട്ട് ആള് മേത്തേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി വഴിക്ക് കാലിന്റെ കണ്ണി ഒടിഞ്ഞു കഴിഞ്ഞിട്ട് ആളെ ആശുപത്രി കൊണ്ടുപോയി. സാറ് പറഞ്ഞു ഇനി അപ്പച്ചൻ നടക്കില്ല. ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പച്ചൻ ഇനി നടക്കില്ല, മോനെ പോലെ അപ്പച്ചനെയും കൂടി അമ്മയ്ക്ക് പരിചരിക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ നിഖിലിനോട് പറഞ്ഞു അമ്മച്ചി പേടിക്കാണ്ട് നമ്മുടെ കർത്താവുണ്ട്. അവനും സാറിനോട് പറഞ്ഞു സാറെ കർത്താവുണ്ട്, പിന്നെ എന്തിനാ പേടിക്കണേ, പപ്പയുടെ കാലൊക്കെ അല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു നിന്റെ വിശ്വാസമല്ലേ, കർത്താവ് ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പച്ചൻ നടക്കില്ല എന്ന് പറഞ്ഞതാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അപ്പച്ചന്റെ കാലൊക്കെ ശരിയായി. അപ്പച്ചൻ നടന്നു. അപ്പച്ചൻ പെട്ടിവണ്ടി ഓടിപ്പിച്ചു. അത്രയും ഇത്. അപ്പൊ സാറിന് പോലും ഭയങ്കര ഇതായി. അങ്ങനെ
നിഖിൽ പറഞ്ഞ പോലെ തന്നെ അപ്പച്ചൻ നടന്നു എന്ന് പറഞ്ഞു. കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്നാലും അപ്പച്ചനെ തിരിച്ച് ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഈ അസുഖം വന്നു. ഈ അസുഖം എന്ന് പറഞ്ഞാൽ അന്ന് കാലത്തും കൂടി അപ്പച്ചൻ ജോലിക്ക് പോയില്ല. ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഇവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കിത് ഇവിടെ വേദന എടുക്കണ്ട കുഞ്ഞ, എന്താന്ന് അറിയില്ല. അപ്പൊ പപ്പോട് പറഞ്ഞു, എന്നാ പപ്പ അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി ഡോക്ടറെ കാണും, നമുക്കൊന്ന് ഡോക്ടറെ കാണാന്ന് പറഞ്ഞു. പോയി കണ്ടു. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ സാറിനെ വിളിച്ചപ്പോ സാറ് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്തു, ബയോപ്സിക്ക് അയച്ചു. അപ്പൊ എനിക്ക് പേടി. അപ്പൊ ഇവനോട് പറഞ്ഞു, പ്രാർത്ഥിക്ക് പൊന്നു, ഇനി പപ്പയ്ക്ക് വേറെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഒന്നും ഉണ്ടാവില്ല അമ്മച്ചിരുന്നു. ബയോപ്സിക്ക് അയച്ച് റിസൾട്ട് വന്നപ്പോ പറഞ്ഞു, ക്യാൻസർ ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, അത് ഉണങ്ങി കഴിഞ്ഞാൽ ശരിയാവും. അപ്പൊ നമ്മള് സമാധാനപ്പെട്ടു. മെയ് 6-ാം തീയതി ആ സർജറി ചെയ്തു. ജൂലൈ 6-ാം തീയതി ആയപ്പോഴേക്കും വീണ്ടും അത് പഴുത്ത് ഭയങ്കരമായിട്ട് പഴുപ്പ് ഉണങ്ങണില്ല. അപ്പൊ വീണ്ടും സാറ് പറഞ്ഞു, കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞു, ഇവിടെ ചെയ്യാൻ പറ്റില്ല, വെയിൻ്റെ ഉള്ളിലാണ് കാണുന്നത് പറഞ്ഞു. ഇവിടെ വേറൊരു ആശുപത്രിക്ക് വിട്ടു. അവിടെ വന്ന് സർജറി ചെയ്തു. ജൂലൈ 6-ാം തീയതി സർജറി ചെയ്തു കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ചപ്പോൾ റിസൾട്ട് വന്നു, ക്യാൻസറാണ്, 4th സ്റ്റേജ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈശോട് ഞാൻ ചോദിച്ചു, അത് സ്വാഭാവികം എല്ലാവരും ചോദിക്കണ പോലെ ചോദിച്ചു, ഇത്രത്തോളം സഹനം തന്നിട്ടും വീണ്ടും തരണം. പക്ഷെ സഹനം നീ തന്നോ, എനിക്കതിന് വിരോധമില്ല. പക്ഷെ ഈ തരുന്ന ഭാരം എനിക്ക് ചോക്കാൻ പറ്റുന്നതായിരിക്കണം. എൻ്റെ തലയിൽ വെച്ച് തരുമ്പോ എനിക്ക് താങ്ങാനുള്ള ശക്തി കൂടി തരണട്ടാ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഞാൻ ഇങ്ങനെ ഈശോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അതെന്തായാലും ഇതെ. പിന്നെ എനിക്ക് ബോധ്യായി, കാരണം എനിക്കത് താങ്ങാൻ ശക്തിയുള്ളത് കൊണ്ടാണ് എന്നെ ഏൽപ്പിക്കുന്നത്. എൻ്റെ കയ്യിൽ തന്ന അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നശിപ്പിച്ച് കളയില്ല, സൂക്ഷിക്കുന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടല്ലേ തരുന്നത്. ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അങ്ങനെ ആളെ പരിചരിച്ചു, ശുശ്രൂഷിച്ചു. തിരിച്ചു കിട്ടുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശിവൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി പപ്പ അധികം നാളുണ്ടാവില്ല, പപ്പയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തു, പപ്പ അധികം നാളുണ്ടാവില്ല. പിന്നെ അങ്ങനെ പറയില്ല കുഞ്ഞാ, നമ്മുടെ പപ്പ ജീവനോട് കൂടി ഒരു മൂലയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അത് കിട്ടില്ല എന്ന് ബോധ്യമായിപ്പോ ഞാൻ ഈശോട് പറഞ്ഞിരുന്നു, ഈശോയെ ഇത് ഇങ്ങനെ എല്ലാം കൂടിയും താങ്ങാനുള്ള ശക്തിയില്ലേ, നീ പരീക്ഷിക്കരുത്, പിന്നെ പപ്പേനെ അധികം വേദനിപ്പിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കർത്താവ് ക്രമീകരിച്ചു. പിന്നെ കുറച്ച് നാള് നോക്കാനായിരിക്കും. പപ്പ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും പറയേ, പപ്പ ഞാൻ പോയിട്ട് പപ്പ മരിക്കുള്ളൂ, പപ്പയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ അനുഭവിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കും. നീ ഇല്ലടി, നീ തന്നെ എന്നെ പറഞ്ഞയച്ചാൽ നീ പോയിട്ട് ഞാൻ പോവില്ല, ഞാൻ പോയിട്ട് നീ പോയാൽ മതി. അങ്ങനെയൊന്നും ഇല്ല, നമ്മുടെ കർത്താവ് അങ്ങനെയൊന്നും നിർത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പപ്പ എന്നോട് പറഞ്ഞിരുന്നു, നീ എന്നെ യാത്രയാക്കണം, അതേപോലെ പപ്പയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ മോനെ എന്തൊക്കെ ഞാൻ ചെയ്യണോ അതേപോലെ സന്തോഷത്തോടു കൂടി അതും ചെയ്തു കൊടുത്തു. പപ്പേനെ ഒരുക്കി കുരിശ് വരപ്പിച്ച് പ്രാർത്ഥിച്ച് അവസാന ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഇനി പപ്പ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ട, പപ്പ പോയിക്കോളാൻ പറഞ്ഞപ്പോ പപ്പ നോക്കി, മോനെ നോക്കി. മോന്റെ കൺമുമ്പിൽ ഞങ്ങളെല്ലാവരും കാണണേ, പപ്പയ്ക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും വിളിച്ചു വരുത്തി. അവരെ കണ്ട് പപ്പ വിശുദ്ധ കുർബാന അന്നും കൂടി സ്വീകരിച്ചു. പപ്പ പോയി. ശരി, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ശരിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ പല അഭിമുഖങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു താമസിച്ചുള്ള ധ്യാനം കൂടി ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് കടന്നുപോയത്. പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും. 1.5 മണിക്കൂറോളം നമ്മൾ ദീർഘമായിട്ട് അനുഭവങ്ങൾ പങ്കുവച്ചു. ഏറ്റവും ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, ഷെക്കിന ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഒരു ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനുള്ളൊരു ഷോർട്ടായിട്ടുള്ളൊരു മെസ്സേജ്. കർത്താവിനെ വിശ്വസിക്കുക, പൂർണ്ണമായിട്ടും ആകാശത്തിന് കീഴെ മാനരക്ഷയ്ക്കായിട്ട് ഒറ്റ നാമത്തെ നട്ടുള്ളൂ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്. ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതം നശിച്ചു പോവില്ല. കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരും ആരും നശിച്ചിട്ടില്ല. ഒരു കൊച്ചു കാര്യം കൂടിയുണ്ട്. ഒരു ഗരീജ് ജിബ്രാന്റെ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു കാര്യമാണ് മഗ്ദലേന മറിയത്തെ കർത്താവിനെ കുറിച്ച്. മഗ്ദലേന മറിയത്തെ എല്ലാവരും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വിളിച്ചു, മറിയം വരെ. മറിയത്തെ വിളിച്ച എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കാണ് വിളിച്ചത്. പക്ഷെ കർത്താവ് വിളി മറിയത്തെ അന്ന് ജീവിതത്തെ മാറ്റിമറിച്ചു. കുരിശ് വരെ കർത്താവിൻ്റെ കൂടെ വരാൻ കൂടെ ഉണ്ടായിരുന്നു. ആ കർത്താവ് വിളിച്ചവരും കർത്താവിനെ വിളിച്ചവരും തകർന്നു പോലെ
അത്രമാത്രം വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്ത നമ്മുടെ കർത്താവ്. ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിനെ വിശ്വസിക്കുക, കർത്താവിനെ മാത്രം വിശ്വസിക്കുക, ജീവിതം സന്തോഷം. തീർച്ചയായിട്ടും നിഖിൽ, ഇനിയും കൂടുതൽ നിഖിലിൻ്റെ ജീവിതത്തെയും അമ്മച്ചിയുടെ ജീവിതത്തെയും ഈശോ ശക്തിപ്പെടുത്തട്ടെ. അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഈശോ കൃപ നൽകട്ടെ. ശുശ്രൂഷ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ. അനേകർക്ക് പ്രചോദനമായിട്ട് ജീവിതം ഇനിയും കൂടുതൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നിഖിലും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. ഷെക്കിന ന്യൂസിൻ്റെ ശുശ്രൂഷകൾ അമ്മച്ചിയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഷെക്കിന ന്യൂസ് വളരെ ഉപകാരമുള്ളതാണ്. കാരണം ലോഞ്ചിങ്ങിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കൊറോണ സമയത്ത് മുമ്പായിട്ട് ലോഞ്ചിങ് എന്ന് പറഞ്ഞ എല്ലാം നടന്നു. പക്ഷെ അതുകൊണ്ട് ആ കൊറോണ കാലഘട്ടം മുഴുവൻ ലൈവായി വിശുദ്ധ കുർബാനയും ധ്യാനങ്ങളും ആരാധനയും എല്ലാം കർത്താവ് നടത്തിയിട്ടുണ്ട്. അത്രമാത്രം കർത്താവിന് വേണ്ടി വർക്ക് ചെയ്ത ഷെക്കിന ന്യൂസ് കർത്താവിൻ്റെ വിജയകരമായ വലത്തുകരം എന്നും കൂടി ഉണ്ടാവും. കർത്താവ് ഉണ്ടാവും. അടിപൊളിയാവും. താങ്ക് യു നിഖിൽ. ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.